ദൈവത്തെ പോലെ ആവണം. ദൈവത്തെ പോലെ സ്നേഹം, ദൈവത്തെ പോലെ കരുണ, ദൈവത്തെ പോലെ ക്ഷമ, ദൈവത്തെ പോലെ സഹാനുഭൂതി, ദൈവത്തെ പോലെ വാത്സല്യം, ദൈവത്തെ പോലെ വിശുദ്ധി. അല്ലാതെ എങ്ങനെയെങ്കിലും കുറച്ച് കാര്യം നടന്നു പോയാൽ പോരാ. എൻ്റെ മോനെ, എൻ്റെ മോളെ, നമുക്ക് നല്ല വിശുദ്ധരാവണം. അപ്പം അമ്മച്ചി ചിന്തിക്കുകയാണ്, 68 വയസ്സായി, ഇനി എന്നാ വിശുദ്ധി? അമ്മച്ചി 68 വയസ്സായി, അമ്മച്ചി വിശുദ്ധരാവണം. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിൽ പറയുന്നത്, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. എന്നും നമ്മളിങ്ങനെ മാറി മാറി വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിച്ചു. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ, നീ വരണമെന്ന് ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലെ കുറച്ച് തടസ്സം മാറാനും വസ്തുക്കച്ചവടം നടക്കാനും ഞങ്ങളുടെ കിണറ്റിൽ വെള്ളം കിട്ടാനും വേണ്ടി മാത്രമല്ല, ഞങ്ങൾക്ക് വിശുദ്ധരാവാൻ വേണ്ടി ഞങ്ങൾ വിളിക്കുകയാണ്. ഞങ്ങൾക്ക് വിശുദ്ധരാവണം, ഞങ്ങളെ വിശുദ്ധരാക്കാൻ നീ ഇറങ്ങി വരണം. നിങ്ങൾ എന്നെ വിശ്വസിച്ചോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇഷ്ടം പോലെ കണ്ടിട്ടുള്ളൊരു കാര്യം ഞാൻ പറയുകയാണ്. ആ ദൈവം ഇറങ്ങി വരും, അപ്പാടെ മേലുകീഴ് മറിച്ച് നമ്മളെ മാറ്റിമറിക്കും. നമ്മൾ മെച്ചപ്പെടും. നമുക്ക് തന്നെ അത്ഭുതം തോന്നിയോ, നമ്മളാണോ ഇതെന്ന് നമ്മൾ തന്നെ വിചാരിക്കും. ദൈവമേ, ഇത് ഞാൻ തന്നെയാണോ എന്ന് വിചാരിക്കും. മാറ്റും എല്ലാം മാറ്റിത്തരും. ഈ ആവശ്യമില്ലാത്ത സകല ചപ്പടാച്ചി സ്വഭാവവും കർത്താവ് മാറ്റിത്തരും. നല്ല വിശുദ്ധരാക്കും, നല്ലവരാക്കി മാറ്റും. പക്ഷെ അത് മനുഷ്യന് വേണ്ട. മനുഷ്യനെ എന്നാ മതി? മനുഷ്യന് വസ്തു കച്ചവടം നടന്നാൽ മതി. ഇനി എന്താ ഗുണമെന്നറിയാമോ? കേട്ടെ, നിങ്ങൾ വിശുദ്ധരാവാൻ ആഗ്രഹിച്ചാൽ ഭയങ്കര ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വിശുദ്ധരാവാൻ ആഗ്രഹിച്ചാൽ, നമ്മൾ വിശുദ്ധരാവാൻ ആഗ്രഹിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നറിയാം? വിശുദ്ധരാവാൻ ആഗ്രഹിക്കുമ്പോൾ സകല മേഖലയുടെ മേലും നമുക്ക് ആധിപത്യം കിട്ടും. പ്രപഞ്ചശക്തിയുടെ മേൽ അധികാരം കിട്ടും, മൃഗങ്ങളുടെ മേൽ അധികാരം കിട്ടും, സാഹചര്യങ്ങളുടെ മേൽ അധികാരം കിട്ടും, സംഭവങ്ങളുടെ മേൽ അധികാരം കിട്ടും. വിശുദ്ധർക്ക് സകലത്തിൻ്റെ മേലും അധികാരം കിട്ടും. പിന്നെ നിങ്ങൾ ഈ കുഞ്ഞു സാധനങ്ങളും പറഞ്ഞ് ഒരുപാട് പ്രാർത്ഥിച്ച് നടക്കേണ്ട ആവശ്യമില്ല. വിശുദ്ധരാവുന്നതനുസരിച്ച് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കും.